പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലാണല്ലോ നാം. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണവും അവളുടെ തിടുക്കവും. അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ച് ആദ്യം നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ അമ്മയെ ദൈവദൂതൻ തിരുക്കുമാരൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത അറിയിച്ചപ്പോൾ മാലാഖ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു. ദൈവദൂതൻ അവൾക്ക് അവളുടെ സംശയ നിവാരണം വരുത്തിക്കൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. മാലാഖയുടെ അഭിവാദന സ്വരവും വിശദീകരണവും കേട്ടിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായി കാണില്ല. എങ്കിലും ഇതിൻ്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവൾ ദൈവത്തോട് ആലോചിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ദൈവത്തോട് ആലോചിച്ചതായിരിക്കും, ദൈവമേ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണ്. മാലാഖയുടെ മറുപടി കേട്ടപ്പോഴും അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ കാര്യമായിട്ടൊന്നും മനസ്സിലായി കാണില്ല. എങ്കിലും ദൈവ തിരുഹിതത്തിന് മുമ്പിൽ അവൾ സമ്പൂർണമായി സമർപ്പിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ഈ സമർപ്പണം നമുക്കമ്മയുടെ ജീവിതത്തിൽ കാണുന്ന ഈ സമർപ്പണം ദൈവ തിരുമനസ്സിനോടുള്ള സമ്പൂർണ്ണ വിധേയത്വമാണ്. ഒന്നും മനസ്സിലാകാതിരിക്കുമ്പോഴും ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന ബോധ്യത്തോടെ പരിപൂർണമായി സ്വയം സമർപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലായാലും ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ എല്ലാ അർത്ഥം മുഴുവനും നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ദൈവത്തോട് ആലോചിച്ച് അതിൻ്റെ അർത്ഥമെന്തെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ എല്ലാ അർത്ഥവും മനസ്സിലാക്കിയിട്ടല്ല സമർപ്പിക്കേണ്ടത്. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന ബോധ്യത്തോടെ തന്നെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ സമർപ്പണ ഭാവം മാലാഖയുടെ മുന്നിൽ മാത്രമല്ല, പുത്രന് ജന്മം കൊടുക്കാൻ സമയമായി, തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കാൻ ഒരിടം കിട്ടാതെ ഔസേപ്പ് പിതാവ് ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് അലഞ്ഞു നടക്കുമ്പോൾ അപ്പോഴും അമ്മ മൗനമായി പറഞ്ഞു കാണും, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. കാലിത്തൊഴുത്തിൽ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴും അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. മൗനമായി തന്നെ സമ്പൂർണമായി ദൈവ തിരുഹിതത്തിന് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസ സമർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാം അറിഞ്ഞതിന് ശേഷം, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമല്ല സമർപ്പിക്കുന്നത്. നാം കണ്ട കാര്യങ്ങൾ അല്ല വിശ്വസിക്കുന്നത്. വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മെ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന ബോധ്യത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. എല്ലാം കണ്ടതിന് ശേഷമേ, എല്ലാത്തിനും ഉത്തരം കിട്ടിയതിന് ശേഷമേ ഞാൻ വിശ്വസിക്കൂ, സമർപ്പിക്കൂ എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയല്ല, അത് വിശ്വാസത്തിൻ്റെ വഴിയല്ല. മാലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുകയാണ്, അവൾക്കിത് 6ാം മാസമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല.
ഈ വാക്കുകളാണ് പരിശുദ്ധ മറിയത്തെ യഥാർത്ഥത്തിൽ ഈ സമർപ്പണത്തിന് പ്രേരിപ്പിച്ചത്. അതോടൊപ്പം അവളിൽ നിറഞ്ഞ ദൈവകൃപയും. ദൈവകൃപയുണ്ടെങ്കിലേ നമുക്ക് നമ്മെ തന്നെ ദൈവ തിരുമനസ്സിന് പൂർണ്ണമായി സമർപ്പിക്കാൻ പറ്റൂ. ദൈവം തമ്പുരാൻ കൃപ തന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് വിധേയപ്പെടാനും നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാനും സാധിക്കൂ. പരിശുദ്ധ അമ്മ മാലാഖയുടെ മുന്നിലും കാലിത്തൊഴുത്തിലും തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. വീണ്ടും നമ്മൾ കാണുന്നു, 11ാമത്തെ വയസ്സിൽ തിരുക്കുമാരനെ കാണാതെ പോയപ്പോൾ, ബാലനായ യേശുവിനെ കാണാതെ പോയപ്പോൾ അമ്മയും ഔസേപ്പിതാവും കൂടെ അന്വേഷിച്ച് 3-ാം ദിവസത്തിലാണ് ദേവാലയത്തിൽ കണ്ടെത്തുന്നത്. ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ അമ്മ പരിഭവത്തോടെ പുത്രനോട് ചോദിച്ചു, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അതിന് ബാലനായ യേശു കൊടുത്ത മറുപടി നമുക്കറിയാമല്ലോ. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതും അമ്മയ്ക്കൊന്നും മനസ്സിലായി കാണില്ല. പക്ഷേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം ചിന്തിച്ചു കൊണ്ടിരുന്നു, ധ്യാനിച്ചു കൊണ്ടിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നു കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ. അമ്മയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് കാണുന്നു. യേശുവിനെ ന്യായവിധിക്കായി കൊണ്ട് നിർത്തുമ്പോഴും ചാട്ടവാറടിക്കുമ്പോഴും അവിടുന്ന് കുരിശും വഹിച്ചുകൊണ്ട് ഗോകുൽത്തായിലേക്ക് പോകുമ്പോഴും അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ പുത്രനെ അനുധാവനം ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും അമ്മ ആത്മനാ പറഞ്ഞു കാണും, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വം, സമർപ്പണം. അവസാനം കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ശിമയോൻ പറഞ്ഞതുപോലെ അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറിയപ്പോഴും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ, വിശ്വാസത്തിൻ്റെ വിധേയത്വത്തോടെ, പ്രത്യാശയോടെ സ്വയം സമർപ്പിച്ചുകൊണ്ട് അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അവൾ തളർന്നു വീണില്ല. തൻ്റെ പുത്രനെ ചാട്ടവാറടിക്കുന്നത് കണ്ടപ്പോൾ അമ്മ തളർന്നു വീണില്ല. കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന പുത്രൻ്റെ പിന്നാലെ പോയപ്പോഴും പുത്രൻ 3 പ്രാവശ്യം കുരിശും കൊണ്ട് നിലത്ത് വീണപ്പോഴും അമ്മ തളർന്നില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അമ്മയ്ക്ക് ശക്തി പകർന്നത്. ഒന്ന്, ദൈവ തിരുമനസ്സിനോടുള്ള അവളുടെ സമ്പൂർണ്ണ സമർപ്പണ ഭാവം. 2, പ്രത്യാശ, ദൈവത്തിലുള്ള പ്രത്യാശ. അവസാനം കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും ചലനമറ്റ തൻ്റെ പുത്രൻ്റെ തിരുമേനി തൻ്റെ മടിയിൽ കിടത്തിയപ്പോഴും അമ്മ മൗനമായി പറഞ്ഞു കാണും, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പ്രിയമുള്ളവരെ, അമ്മയുടെ ഈ മാതൃക നമ്മെയും സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തിലേക്ക് വളരാൻ ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിൻ്റെ സമർപ്പണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമർപ്പണം എല്ലാം മനസ്സിലായതിന് ശേഷമല്ല സമർപ്പിക്കുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന ബോധ്യത്തോടെ തിരുമനസ്സിന് പരിപൂർണമായി ഞാൻ സമർപ്പിക്കണം, വിധേയപ്പെടേണ്ടവനാണ് എന്ന ബോധ്യത്തോടെയാണ് സമർപ്പിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണ ഭാവം നമുക്കോരോരുത്തർക്കും മാതൃകയാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും അമ്മ കൂടെയുണ്ടെങ്കിൽ ഇപ്രകാരം വിശ്വാസ സമർപ്പണത്തിന് നമുക്ക് ശക്തി ലഭിക്കും. അമ്മ കൂടെയുണ്ടെങ്കിൽ നാം ഒന്നും ഭയപ്പെടേണ്ടതില്ല. വിശുദ്ധ ബെർണാദ് ഇപ്രകാരം പറയുന്നു,
ഏത് അതികഠിന വേദനയുടെയോ സംഘർഷത്തിൻ്റെയോ നിമിഷങ്ങളിലും അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് വലിയ ബലം ലഭിക്കുമെന്ന്, വലിയ ശക്തി ലഭിക്കുമെന്ന്, നാം തളരില്ല. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ശക്തി പകരും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ധ്യാന വിഷയമാക്കാം. അതായത് പരിശുദ്ധ അമ്മയുടെ തിടുക്കം. എന്തിനായിരുന്നു പരിശുദ്ധ അമ്മയുടെ തിടുക്കം? വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മംഗളവാർത്ത അറിയിച്ച ഉടനെ മറിയം യൂദയായിലെ ഒരു മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്രയായി. മാലാഖയുടെ മുന്നിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമ്പൂർണമായി സമർപ്പിച്ചിട്ട് അവൾ തിടുക്കത്തിൽ യാത്രയായി. അങ്ങ് ദൂരെയുള്ള ഒരു മലമ്പ്രദേശത്തേക്ക്, ഇത്രയും അകലത്തിൽ അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തോ എന്ന് നാം ചിന്തിച്ചേക്കാം. അന്നത്തെ പശ്ചാത്തലത്തിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രാ സംഘങ്ങൾ എപ്പോഴും കാണും. അപ്പോൾ അമ്മയ്ക്ക് തീർച്ചയായിട്ടും ആ യാത്രാ സംഘത്തിൽ ഏതെങ്കിലും സംഘത്തിൻ്റെ കൂടെ രാത്രികാലങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെ ആയിരുന്നിരിക്കാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നുമെങ്കിൽ, അതെങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിന് മറുപടിയായി ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. പക്ഷേ അമ്മയുടെ തിടുക്കം എന്തിനായിരുന്നു? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്, എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ, തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിൽ ഗർഭിണിയായ തൻ്റെ ചാർച്ചക്കാരിയെ സഹായിക്കുവാനായിട്ട് അമ്മ തിടുക്കത്തിൽ യാത്രയായി എന്ന് പറയാറുണ്ട് പലരും. പക്ഷെ പ്രിയമുള്ളവരെ, അതല്ല സത്യം. അമ്മയുടെ തിടുക്കം പരിശുദ്ധാത്മാവ് അമ്മയിൽ ജനിപ്പിച്ച തിടുക്കമാണ്. എന്തിനു വേണ്ടി ആ തിടുക്കം? പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി ആ തിടുക്കം അവളിൽ ജനിപ്പിച്ചു? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ സക്കറിയായോട് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുത്തപ്പോൾ സക്കറിയ ചോദിച്ചു, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യയും വൃദ്ധയാണ്, അവൾ വന്ധ്യയുമാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവദൂതൻ സക്കറിയായ്ക്ക് മറുപടി കൊടുത്തിട്ട് കൂട്ടിച്ചേർത്തു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറയും. ദൈവം സക്കറിയായ്ക്ക് കൊടുത്ത ഈ വാഗ്ദാനം, ഈ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് മറിയം തിടുക്കത്തിൽ എലിസബത്തിൻ്റെ പക്കലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കാൻ മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് അവളെ അഭിവാദനം ചെയ്തപ്പോൾ ഉടനെ എലിസബത്ത് വിളിച്ചു പറഞ്ഞത് എന്താണ്? ഇതാ നിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നു. ലൂക്കായുടെ സുവിശേഷ വീക്ഷണമനുസരിച്ച് ഈ കുതിച്ചു ചാട്ടം രക്ഷയുടെ ആനന്ദത്തിൻ്റെ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, ആത്മാഭിഷേകത്തിൻ്റെ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മ നിറവിൽ നിന്നുണ്ടാകുന്ന ആനന്ദം. എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കലേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? മറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നേരത്തെ മെസ്സേജ് ഇട്ടിട്ടൊന്നും അല്ലല്ലോ പോയത്. ഇങ്ങനെ സംഭവിച്ചു, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. എലിസബത്ത് അതറിഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കലേക്ക് വരാനുള്ള ഭാഗ്യം എവിടെ നിന്നെന്ന് പറഞ്ഞതാണോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി എലിസബത്ത് വിളിച്ചു പറഞ്ഞതാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കലേക്ക് വരാനുള്ള ഭാഗ്യം എവിടെ നിന്ന്? എലിസബത്താണ് പരിശുദ്ധ മറിയത്തെ ആദ്യം
കർത്താവിൻ്റെ അമ്മയെന്ന് വിളിച്ചത്. എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, അവളുടെ ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സക്കറിയായോട് ദൈവം അറിയിച്ചിരുന്ന ആ അറിയിപ്പ്, ആ വാഗ്ദാനം, ആ പ്രവചനം പൂർത്തിയായി. പരിശുദ്ധ മറിയം എലിസബത്തിൻ്റെ പക്കലേക്ക് തിടുക്കത്തിൽ പോകാൻ മറ്റൊരു കാരണം, തനിക്ക് ലഭിച്ച രക്ഷയുടെ സദ്വാർത്ത, അതിൻ്റെ ആനന്ദം എലിസബത്തിനോട് പങ്കുവയ്ക്കാൻ. ദൈവം തനിക്ക് നൽകിയ വലിയ ദാനം, ദൈവപുത്രന് ജന്മം കൊടുക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിയുകയും ആ ദൈവ തിരുഹിതത്തിനു മുമ്പിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അവളിൽ അത്യുന്നതൻ്റെ ശക്തി വന്ന് ആവസിച്ചു. അവളിൽ ദിവ്യ ശിശു ഗർഭം ധരിച്ചു. അവൾ ഗർഭം ധരിച്ചു. ദിവ്യ ശിശു അവളിൽ പൂജാതനായി. അവളുടെ ഉദരത്തിൽ ആ ദിവ്യ ശിശു രൂപപ്പെട്ടപ്പോൾ, ജനിച്ചപ്പോൾ ഈ ആനന്ദം, രക്ഷയുടെ ആനന്ദം ഉള്ളിൽ ഒതുക്കി വയ്ക്കാനാകില്ല. അത് മറ്റാരോടും പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. എലിസബത്തിന് തീർച്ചയായിട്ടും മനസ്സിലാകും. കാരണം എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. ആ ഇടപെടൽ കണ്ടുമുട്ടലിൻ്റെ, ദൈവവുമായുള്ള കണ്ടുമുട്ടലിൻ്റെയും ആ രക്ഷാ വാഗ്ദാനത്തിൻ്റെയും അനുഭവം എലിസബത്തിന് ഈ ദിവ്യ ശിശുവിനെ തിരിച്ചറിയാൻ ഉള്ള ഭാഗ്യം നൽകി, കൃപ നൽകി. അങ്ങനെ എലിസബത്തിൻ്റെ പക്കലേക്ക് മറിയം തിടുക്കത്തിൽ പോയപ്പോൾ, മറിയം എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ എലിസബത്തും തൻ്റെ ഉദരത്തിലെ ദിവ്യ ശിശുവും ആത്മാവിനാൽ നിറഞ്ഞു, ദൈവാത്മ ചൈതന്യത്താൽ നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ തിടുക്കത്തിന് ഒന്നാമത്തെ കാര്യം, സക്കറിയായോട് ദൈവം അറിയിച്ചിരുന്ന ആ വാഗ്ദാനം നിറവേറുവാൻ. രണ്ടാമത്തെ തിടുക്കം, തൻ്റെ ഉദരത്തിൽ ഉരുവായ ദിവ്യ ശിശുവിനെ, ആ രക്ഷകനെ അനുഭവിച്ച ആ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കാനുള്ള തിടുക്കം. രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കാനുള്ള തിടുക്കം. മറിയത്തിൻ്റെ തിടുക്കത്തിന് ഒരു കാരണം കൂടെയുണ്ട്. അതായത് ദൈവാനുഭവം സിദ്ധിച്ചാൽ അത് പങ്കുവയ്ക്കുക മാത്രമല്ല, ദൈവത്തെ ആരാധിച്ചു സ്തുതിച്ചു മഹത്വപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കും. ദൈവവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവവും ദൈവത്തെ വ്യക്തിപരമായി തിരിച്ചറിയുന്ന അനുഭവവുമൊക്കെ നമ്മെ അപ്രകാരം ദൈവാനുഭവം സിദ്ധിച്ചിട്ടുള്ള വ്യക്തികളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഉൾപ്രേരണ നമ്മിൽ ജനിപ്പിക്കും. മറിയം എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മറിയം സ്തോത്രഗീതം, ദൈവത്തിന് സ്തോത്രഗീതം പാടി. അതായത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഈ രക്ഷയുടെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ്. തനിക്ക് ലഭിച്ച ദൈവാനുഭവത്തെ, അതുപോലെ ദൈവാനുഭവം ലഭിച്ച തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രഗീതം പാടുകയാണ്. ഈ മൂന്ന് കാരണങ്ങളുമാണ് അമ്മയുടെ തിടുക്കത്തിന് പിന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ധ്യാന വിഷയമാക്കിയത് പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണവും പരിശുദ്ധ മറിയത്തിൻ്റെ തിടുക്കവും. നമ്മുടെയൊക്കെ ജീവിതത്തിലും പല തിടുക്കങ്ങളും ഉണ്ടാകുമല്ലേ? നമ്മുടെ കർത്താവിനെ അനുഭവിക്കാനും പങ്കുവയ്ക്കാനുമുള്ള തിടുക്കമാണോ നമുക്കുള്ളത്? അതുപോലെ ദൈവാത്മാവ് നമ്മിൽ ജനിപ്പിക്കുന്ന തിടുക്കമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ദൈവത്തിൻ്റെ തിരുഹിതം അറിയുമ്പോൾ ആ തിരുഹിതം നിവർത്തിയാക്കാൻ നമ്മളിൽ ജനിപ്പിക്കുന്ന തിടുക്കം. ഈ തിടുക്കം അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് മനസ്സിലാകൂ. ദൈവം നമ്മിൽ ജനിപ്പിക്കുന്ന ആ തിടുക്കം, അതായത് പരിശുദ്ധാത്മാവ് നമ്മിൽ ജനിപ്പിക്കുന്ന തിടുക്കം. ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പിൽ സ്വയം സമർപ്പിക്കുമ്പോൾ ദൈവാത്മ പ്രേരിതമായി
നാം ദൈവത്തിന് സ്തോത്രഗീതം പാടും, തന്നെ തന്നെ സ്വയം സമർപ്പിക്കും. മാത്രമല്ല, ദൈവ തിരുഹിതം നിറവേറ്റുവാനുള്ള തിടുക്കവും നമ്മളിലുണ്ടാകും. ദൈവാത്മ പ്രേരിതമായ തിടുക്കം. ആത്മാവിൻ്റെ പ്രേരണയാൽ നാം ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുകയും ദൈവ തിരുഹിതം നിറവേറ്റാനുള്ള തിടുക്കത്തോടെ ജീവിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിലുണ്ടായാലും അതൊന്നും നമുക്ക് തടസ്സമായി അനുഭവപ്പെടത്തില്ല. ദൈവം നമ്മിൽ ജനിപ്പിക്കുന്ന ആ തിടുക്കം നമുക്ക് ഏത് പ്രതിസന്ധികളുണ്ടായാലും അതിനെയൊക്കെ മറികടക്കാനുള്ള ശക്തി പകരുന്നതാണ്. അതുകൊണ്ടാണ് മറിയം യഥാർത്ഥത്തിൽ ആ കന്യക, ആ ഒരു യുവത്വത്തിലേക്ക് പ്രവേശിച്ച കന്യക, ഇത്രയും അകലെയുള്ള സ്ഥലത്തേക്ക് തിടുക്കത്തിൽ പോകണമെങ്കിൽ അവൾക്ക് ഭയം തോന്നിയില്ലേ? അതുപോലെ മാലാഖയുടെ മുന്നിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോൾ, താൻ വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയാവുകയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവർ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന ബോധ്യം അമ്മയ്ക്കില്ലേ? എന്നിട്ടും അവൾ ഭയപ്പെട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, ഭയമകറ്റും. ദൈവാത്മാവിൻ്റെ പ്രേരണ നമ്മളിലുണ്ടാകുമ്പോൾ ഒരു ഭയവും നമുക്ക് തടസ്സമായി മാറത്തില്ല. ഒരനുഭവം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ മുൻ വീഡിയോയിൽ എൻ്റെ വിളിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവളാണ് ഞാനെന്ന്. എൻ്റെ സഹോദരങ്ങളെയും ചേർത്ത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോയി വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന എനിക്ക് കർത്താവ് എന്നെ ശക്തമായി സന്യാസത്തിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിത്തിരിക്കാൻ എങ്ങനെ സാധിച്ചു? അപ്പോൾ തമ്പുരാൻ വിളിക്കുന്ന വിളി തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തിടുക്കമാണ്. മറ്റൊന്നും പിന്തിരിഞ്ഞു നോക്കാൻ സാധ്യമല്ല. ദൈവഹിതം നിറവേറ്റിയേ മതിയാകൂ. യഥാർത്ഥത്തിൽ ദൈവ തിരുമനസ്സിനോട് വിധേയപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലൊക്കെ ഇതുപോലുള്ള തിടുക്കങ്ങൾ ഉണ്ടാകും, ദൈവ തിരുഹിതം നിറവേറ്റാൻ. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് അമ്മയുടെ സമർപ്പണഭാവവും അമ്മയുടെ ആ സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റാൻ വേണ്ടി അവളിലുണ്ടാകുന്ന ആ തിടുക്കവും ദൈവത്തിന് സ്തോത്രഗീതം പാടുന്നതുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ജനന തിരുനാൾ നേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും സഹായവും നമുക്കെല്ലാവർക്കും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.